നമുക്ക് റോബോ ഫോറക്സിൻ്റെ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ നമ്മൾ ഓപ്പൺ ആൻ അക്കൗണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മളെ ഇമെയിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം അത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇമെയിൽ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ഇമെയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കണം. ലാസ്റ്റ് നെയിം കൊടുക്കണം. പിന്നെ നമ്മളിവിടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഫോൺ നമ്പർ കോപ്പി ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ഫീൽഡിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ കൊടുക്കുക. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ണർ ഏജൻറ്റ് ID നമ്മൾ അവിടെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ആ കോഡ് വാട്സപ്പിൽ പോയിട്ട് കോപ്പി ചെയ്യണുണ്ട്. അതിൽ MTFLM എന്ന് പറഞ്ഞാണ് നമ്മൾ കോഡ് വരുന്നത്. അത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യേണ്ടതാണ്. MTFLM ആണ് ആ കോഡ് വരിക. ഒക്കെ സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും MTFLM. പിന്നെ എഗ്രി കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്ലീസ് സെൻഡ് യുവർ നമ്പർ ഇൻ്റർനാഷണൽ ഫോർമാറ്റ്. അപ്പോൾ അവിടെ +91 കൂടി ചേർത്ത് കൊടുക്കണം അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ +91 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമ്പർ അടിക്കുക. വാട്സപ്പ് കോപ്പി ചെയ്ത്, അതാണ് സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബ്ലാക്ക് കളർ ഫോം ആയിട്ടുള്ളത്. നമ്പർ പേസ്റ്റ് ചെയ്തിട്ട് അവിടെ കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. നമ്പർ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി രജിസ്റ്റർ കൊടുക്കുക. ഇപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു മെയിൽ രജിസ്റ്ററിൽ ക്രെഡൻഷ്യൽ നമുക്ക് സെൻഡ് ആയിട്ടുണ്ടാകും. അതിൻ്റെ അക്കൗണ്ട്, ഇമെയിലും പാസ്വേഡും ഒക്കെ മെയിലിലോട്ട് സെൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്രെഡൻഷ്യൽ കിട്ടാൻ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫർദർ നിങ്ങൾ എവിടെയെങ്കിലും ലോഗിൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. കൺഫേമോ ഇമെയിലല്ല, വേറൊരു മെയിലും കൂടി വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റോബോ ഫോറക്സ് യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് മെയിൽ. അതിൽ നമുക്കിതാ ഇമെയിൽ, പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ തരുന്ന പാസ്വേഡായിരിക്കും. മെയിൽ നിങ്ങളവിടെ കൊടുത്ത മെയിലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്രെഡൻഷ്യലാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നിങ്ങളുടെ വെരിഫിക്കേഷനാണ് വേണ്ടത്. ആദ്യം ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്യണം, പിന്നെ ID വെരിഫിക്കേഷൻ ചെയ്യണം, പിന്നെ അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്യണം. ഓക്കെ, ആദ്യം നമുക്ക് മെയിൽ വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൽ OTP അവിടെ മെയിലിലോട്ട് വന്നിട്ടുണ്ടാവും, ഒരു കോഡ് വന്നിട്ടുണ്ടാവും മെയിലിൽ. കൺഫർമേഷൻ അതാണ്. അതിൽ ആ കോഡ് നമ്മളവിടെ മെയിൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോഡ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കൺഫർമേഷൻ കോഡിൽ കൺഫേം കൊടുക്കണം. ഓക്കെ,
എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള രണ്ടും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സിമ്പിളാണ്. ID കാർഡ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അഡ്രസ് വെരിഫിക്കേഷനിൽ ഒരു പ്രൂഫും കൂടി അപ്ലോഡ് ചെയ്യും. 2 പ്രൂഫ് വേണം. ഒന്നിൽ പാൻ കാർഡ് ആയാലും മതി, ഫസ്റ്റ്. സെക്കൻഡ് നമ്മൾ ആധാർ കാർഡ് കൊടുക്കുക, 2 പ്രൂഫ് കൊടുക്കണം. പിന്നെ പാസ് വെരിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഒരു ലൈവ്നെസ് ചെക്ക് ഉണ്ടാവും. അത് അവിടെ ഒന്ന് നിങ്ങളുടെ ഫേസ് ഒന്ന് അവിടെ ക്യാമറയിൽ കാണിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അതിൽ നമ്മൾ റിയൽ അക്കൗണ്ട് കൊടുക്കുക മുകളിൽ. അതുപോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് ആൽഗോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് MT5 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ MT5 സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അക്കൗണ്ട് MT5 Pro Send എന്ന അക്കൗണ്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, Pro Send തന്നെ കളിക്കുക. ലിവറേജ് നമുക്ക് 1:2000 തന്നെ കൊടുക്കാം. പിന്നെ എഗ്രി ഇതാക്കുക. ഒരു പാസ്വേഡ് കൊടുക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് പാസ്വേഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാസ്വേഡ് വെച്ചിട്ടാണ് വിഡ്രോ ടൈമിൽ നമ്മൾ ഈ പാസ്വേഡാണ് അവിടെ കൊടുക്കേണ്ടി വരിക. പിന്നെ അതുപോലെ തന്നെ പാർട്ണർ ഏജൻറ്റ് ID എന്നുള്ളടത്ത് ഓക്കെ പാസ്വേഡ് നമ്മൾ ഒന്നുകൂടി കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഒരു ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, പിന്നെ സ്മോൾ ലെറ്ററും, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും. എക്സാമ്പിളിന് ABCD 1 2 3 4 5 നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പാസ്വേഡ് അവിടെ ഉപയോഗിക്കാം. പിന്നെ പാർട്ണർ ഏജൻറ്റ് ID അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെ നേരത്തെ കൊടുത്തത് തന്നെയാണ് MTFLM എന്ന് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്മാൾ ലെറ്റേഴ്സാണ്. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നോക്കണം. നമ്മൾ ആളുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പാണിത്. ഓക്കെ, പിന്നെ കൺഫേം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ, അക്കൗണ്ട് നമ്പർ, പാസ്വേഡൊക്കെ ഇവിടെ വരും. ഏതാണ് MT5 Pro Send നമുക്ക് വരും. 1:2000 ആണ്. പിന്നെ നമ്മൾ ഡെപ്പോസിറ്റ് സെക്ഷനിലേക്കാണ് പോകേണ്ടത്. ഡെപ്പോസിറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് INR ഉപയോഗിക്കാം, USDT ഉപയോഗിക്കാം. അങ്ങനെ വേണമെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ക്വിക്ക് പേയ്മെൻറ്റിൽ ബിനാൻസ് പേ വഴിറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബിനാൻസ് പേ വഴിയിട്ട് എമൗണ്ട് അടിച്ച് ജസ്റ്റ് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി അവിടെ. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫറിൽ UPI ID വെച്ചിട്ട് ഗൂഗിൾ പേ വഴി വെച്ചിട്ട് നമുക്ക് ചെയ്യാനും പറ്റും, എമൗണ്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു.